എക്സലില് കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൻ്റെ ഒരു ക്ലാസ്സാണ് നൽകുന്നത്. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഞാൻ ഡേറ്റ് വെച്ചിട്ടാണ് പറയുന്നത്, ഡേറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പറയുന്നത്. ഇതിൽ നമ്മൾ പാസ്റ്റ് ഡേറ്റ്, അതായത് ഓവർ ഡ്യൂ ഡേറ്റ്, കഴിഞ്ഞു പോയ ഡേറ്റ് നമുക്ക് റെഡ് കളറിൽ കാണിക്കണം. അത് ഹൈലൈറ്റ് ചെയ്യണം, റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്യണം. അപ്കമിങ് ഡേറ്റ്, ഇനി വരാനുള്ള ഡേറ്റ് നമുക്ക് ഗ്രീൻ കളറിൽ കാണിക്കണം. കറണ്ട് ഡേറ്റ്, അതായത് ടുഡേസ് ഡേറ്റ്, ഇന്നത്തെ ദിവസം, ബ്ലൂ കളറിലും കാണിക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ കറണ്ട് ഡേറ്റ് ഇവിടെ കൊടുക്കണം. കറണ്ട് ഡേറ്റ് കാണാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു ടുഡേ, ഓപ്പൺ ബ്രാക്കറ്റ്, ക്ലോസ് ബ്രാക്കറ്റ്. അപ്പോൾ കറണ്ട് ഡേറ്റ് കിട്ടും, ഇന്നത്തെ ദിവസം കിട്ടും കറണ്ട് ഡേറ്റ്. ഇനി ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഡേറ്റുകൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് പറയുന്നത് പാസ്റ്റ് ഡേറ്റ്, കഴിഞ്ഞു പോയ ഡേറ്റ് റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ 13 13 കഴിഞ്ഞിട്ട് ഒരു ദിവസം വരികയാണെങ്കിൽ 20 മാത്രമേ വരുന്നുള്ളൂ. 20 മാത്രമാണ് കഴിഞ്ഞ ദിവസം വരുന്നത്. അപ്പോൾ അത് റെഡ് കളറിൽ കാണിക്കണം. അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ ഡാറ്റ സെലക്ട് ചെയ്യുക, കണ്ടീഷണൽ ഫോർമാറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ റൂൾ ക്ലിക്ക് ചെയ്യുക. ഇനി യൂസ് എ ഫോർമുല ഇത് സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ എൻ്റെ ഇക്വേഷൻ കൊടുക്കണം. ഈക്വൽ ടു ഈ ഡേറ്റ് സെല്ലിലെ ഫസ്റ്റ് സെല്ല് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു ഡോളർ സിമ്പിൾ വരും, അത് നമ്മൾ മായ്ച്ചു കൊടുക്കുക. ബാക്ക് സ്പേസ് അടിച്ചാൽ മതി. ബാക്ക് സ്പേസ് പ്രസ് ചെയ്യുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസമാണല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ കറണ്ട് ഡേറ്റിനേക്കാളും താഴെയുള്ള ദിവസം. ഇനി എൻ്റെ റെഡ് കളർ ആവാൻ വേണ്ടിയിട്ട് ഫോർമാറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു ഫില്ല് എന്ന ബട്ടൺ ഉണ്ട്, ഫില്ല് ക്ലിക്ക് ചെയ്യുന്നു, റെഡ് കളർ സെലക്ട് ചെയ്യുന്നു. ഓക്കെ. ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടുള്ള മുമ്പത്തെ ഓവർ ഡ്യൂ ഡേറ്റുകളാണ് കാണിക്കുന്നത്. അതായത് ഇന്ന് 13-ാം തീയതിയാണ്, 13-ന് താഴെയാണ് ഈ 10-ഉം 11-ഉം വരുന്നത്. കഴിഞ്ഞു പോയ ദിവസങ്ങളാണ് കാണിക്കുന്നത്. ഇനി അപ്കമിങ് ഡേറ്റ് കാണിക്കണം. അപ്കമിങ് ഡേറ്റ് ഗ്രീൻ കളറിൽ കാണിക്കണം. ഇതിന് ഇത് സെലക്ട് ചെയ്യുന്നു, ഡാറ്റ മൊത്തം സെലക്ട് ചെയ്യുന്നു, കണ്ടീഷണൽ ഫോർമാറ്റ്, ന്യൂ റൂള്, യൂസ് എ ഫോർമുല, ഈക്വൽ ടു ഈ ഡേറ്റ് സെല്ലിലെ ഫസ്റ്റ് ദിവസം സെലക്ട് ചെയ്യുന്നു, ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഡോളർ സിമ്പിൾ വരും, അതൊന്ന് മായ്ച്ചു കൊടുക്കുക. ബാക്ക് സ്പേസ് അടിച്ചാൽ മതി. ഇനി അപ്കമിങ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ കൊടുക്കുക. ഗ്രേറ്റർ ദാൻ കറണ്ട് ഡേറ്റ് കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുക. കറണ്ട് ഡേറ്റ് ഫോർമാറ്റ് എടുത്തു, അത് ഗ്രീൻ കളറാണ് കാണിക്കുന്നത്, ഗ്രീൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ. അപ്കമിങ് ഡേറ്റ് ഗ്രീൻ കളർ കാണിച്ചു. ഇനി നമുക്ക് വേണ്ടത് കറണ്ട് ഡേറ്റ്, ഇന്നത്തെ ദിവസം ബ്ലൂ കളറിൽ കാണിക്കണം. ഡാറ്റ മൊത്തം സെലക്ട് ചെയ്തു, കണ്ടീഷണൽ ഫോർമാറ്റ്, ന്യൂ റൂള്, യൂസ് എ ഫോർമുല, ഈക്വൽ ടു ഡേറ്റ് സെല്ലിൽ ഫസ്റ്റ് സെല്ല് ക്ലിക്ക് ചെയ്യുന്നു. ഈ ഡോളർ സിമ്പിൾ ഒന്ന് മായ്ച്ചു കൊടുക്കുക. ഇനി ഈക്വൽ ടു ഈ കറണ്ട് ഡേറ്റ് ക്ലിക്ക് ചെയ്യുന്നു, അത് ബ്ലൂ കളറാണ് വേണ്ടത്. ഫോർമാറ്റ്, ബ്ലൂ കളർ സെലക്ട് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ അത് ബ്ലൂ കളർ കാണിച്ചു. ഇവിടെ റെഡ് കളർ കാണിക്കുന്ന കഴിഞ്ഞു പോയ ഡേറ്റുകളാണ്, പാസ്റ്റ് ഡേറ്റുകളാണ്. ഇനി വരാനുള്ള ഡേറ്റ്, ഇന്നത്തെ ദിവസം 13-ആണ്. ഇനി വരാനുള്ള അപ്കമിങ് ഡേറ്റ് ഗ്രീൻ കളർ കാണിച്ചിട്ടുണ്ട്. കറണ്ട് ഡേറ്റ് ഇന്നത്തെ ദിവസം 13-ആണ്, അത് ബ്ലൂ കളറിൽ കാണിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് കണ്ടീഷണൽ ഫോർമാറ്റ്, ഡേറ്റ് വെച്ചുള്ള കണ്ടീഷണൽ ഫോർമാറ്റ് ചെയ്യുന്നത്.